ക്രൂശിതനോടൊപ്പം. ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ക്രിസോസ്റ്റം നോമ്പുകാലത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നോമ്പുകാലം പരിവർത്തനത്തിൻ്റെ ഗർഭപാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ നമ്മുടെ കർത്താവ് നിക്കോദേമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള നിക്കോദേമോസ് സങ്കടത്തോടുകൂടെ പറഞ്ഞു, ഈ പ്രായമുള്ള ഞാൻ ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? കർത്താവ് അവനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കേണ്ടത് ജലത്താലും ആത്മാവിനാലുമാണ്. വിശുദ്ധ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ 50 നോമ്പ് കാലം ആത്മാവിലും ജലത്തിലും ഒരു ക്രിസ്തു ശിഷ്യൻ നവീകരിക്കപ്പെടുന്ന കാലയളവാണ്. നോമ്പിലേക്ക് നമുക്ക് ആത്മാർത്ഥമായും ആഴമായും പ്രവേശിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: കാലുഷ്യം നിറഞ്ഞ ജഡിക പ്രവണതകൾ, ആ പഴയ മനുഷ്യനെ നിങ്ങൾ ഒരിഞ്ഞു മാറ്റുവിൻ. നിങ്ങൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ തിന്മകൾ, അതിൻ്റെ ജഡമോഹങ്ങൾ, അതിൻ്റെ ദുരാശകൾ, അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പരിശ്രമിക്കുവിൻ. നോമ്പ് കാലഘട്ടം കഴുകലിൻ്റെ ഒരു കാലഘട്ടമാണ്. കർത്താവ് നമ്മെ കഴുകുകയാണ്. ഒരമ്മ കുഞ്ഞിനെ വാത്സല്യത്തോടുകൂടെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ സഭയുടെ മാതാവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ കഴുകുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യരാകാൻ നമുക്ക് ആത്മദാഹം ഉണ്ടാകട്ടെ. വിശുദ്ധനായ അഗസ്തീനോസ് മഹാപാപിയായിരുന്നു. അഗസ്തീനോസിനെ പോലെ കൊള്ളരുതാതെ ജീവിച്ചൊരു മനുഷ്യൻ ഈ ലോകത്തിലുണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ ആത്മകഥയിൽ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇഷ്ടത്തോടുകൂടെ ദൈവത്തെ നോക്കുന്നവരെ ദൈവം സ്നേഹത്തോടുകൂടെ കഴുകുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ്. എന്നെ കേൾക്കുന്ന നമ്മളെല്ലാം പാപികളാണ്. ആവർത്തനമായിട്ടുള്ള പാപങ്ങൾ, ഒരുപക്ഷെ തഴക്കദോഷങ്ങൾ, നമുക്ക് വിട്ടുപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിട്ടുമാറാത്ത പാപത്തിൻ്റെ തിന്മകൾ നമുക്ക് കൈമുതലുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ എന്നോട് നീ പറയണേ, നീ ആത്മാവിലും ജലത്തിലും കഴുകപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവം ഈ നോമ്പ് കാലഘട്ടം കഴുകപ്പെടലിൻ്റെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടും ഈ നോമ്പുകാലം ഏറെ ഭക്തിയോടും ഏറെ സ്നേഹത്തോടും ഏറെ ആത്മാർത്ഥതയോടും കൂടെ ആരംഭിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കർത്താവേ, പാപികളെ കഴുകിയ നീ ഞങ്ങളെയും കഴുകണമേ. ധൂർത്തപുത്രനെ വാത്സല്യത്തോടുകൂടെ നീ കഴുകിയതുപോലെ പാപികളായ ഞങ്ങളെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ കഴുകണേ. പാപങ്ങളെ ഏറ്റുപറയാൻ, പാപങ്ങളെ വിട്ടുപേക്ഷിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ക്രൂശിതനോടൊപ്പം.